നവകേരളം, നന്മയുള്ള കേരളം, വികസന വസന്തത്തിന്റെ 10 വർഷങ്ങൾ. ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇത്. ൽ LDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നു. ആശുപത്രികളിൽ മരുന്നും ഡോക്ടർമാരുമില്ലാത്ത കാലം, രോഗികൾ ആശുപത്രി വരാന്തയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട കാലം, സർക്കാർ ആശുപത്രികളിൽ മന്ത്രിമാർ മുതൽ സാധാരണക്കാർ വരെ ചികിത്സ തേടാൻ ഭയപ്പെട്ട കാലം, സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യമേഖലയുടെ കുത്തക കൈയടക്കുകയും ചികിത്സ പണമുള്ളവന് മാത്രമായി പരിമിതപ്പെടുകയും സാധാരണക്കാരന്റെ ജീവന് വിലയില്ലാതാവുകയും ചെയ്ത ദുരിതകാലം. ആ കാലത്ത് നിന്ന് കേരളത്തിലെ പൊതുജന ആരോഗ്യ രംഗത്തെ തിരികെ പിടിച്ച സർക്കാരാണ് LDF സർക്കാർ. 10 വർഷം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം ലോക നിലവാരത്തിലേക്ക് ഉയർന്നു. ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി പ്രതിരോധിച്ചത് കേരളത്തിന്റെ ആരോഗ്യമേഖലയാണ്. കോവിഡ് ബാധിതരായ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. അതിനുശേഷം വന്ന നിപ്പയെ ഫലപ്രദമായി കേരളം പ്രതിരോധിച്ചു. നിപ്പ മരണനിരക്ക് ലോകത്താദ്യമായി 33% കുറച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിലെ തന്നെ മികവുറ്റ ആരോഗ്യ സംവിധാനമായി മാറി എന്ന വസ്തുത പരക്കെ അംഗീകരിക്കപ്പെട്ടു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ ഇടപെടൽ വലിയ നേട്ടങ്ങളാണ് സംസ്ഥാനത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു. അമേരിക്കയേക്കാൾ കുറവാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5 കുട്ടികളാണ് കേരളത്തിൽ മരണപ്പെടുന്നത്. അമേരിക്കയിൽ ഇത് 5.6 ആണ്. മാതൃമരണ നിരക്കും കേരളത്തിൽ കുറവാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 50 ലക്ഷം ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ 24.78 ലക്ഷം പേർക്ക് 8425 കോടിയുടെ സൗജന്യ ചികിത്സ നൽകി. ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സംസ്ഥാനത്തിനുള്ള ആരോഗ്യ മന്മഥൻ പുരസ്കാരം തുടർച്ചയായി നേടുന്ന സംസ്ഥാനവും കേരളമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ ഒട്ടേറെ നടപടികൾ ഇക്കാലയളവിൽ സർക്കാർ സ്വീകരിച്ചു. ആശുപത്രി കെട്ടിടങ്ങൾ നവീകരിച്ചു, ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കി, ആവശ്യത്തിന് മരുന്നും ഡോക്ടർമാരെയും ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ നവീകരിച്ച് അവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് രൂപം നൽകി. മികച്ച ആശുപത്രികൾക്കുള്ള ദേശീയ അംഗീകാരം ഏറ്റവും കൂടുതൽ നേടിയത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളാണ്. രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തി. മെഡിക്കൽ കോളേജുകളെ ആധുനികവൽക്കരിക്കാൻ നടപടി സ്വീകരിച്ചു. കരൾ മാറ്റിവെക്കലും ഹൃദയം മാറ്റിവെക്കലും ഉൾപ്പെടെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും നടക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം വളർന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ തുടർച്ചയാണത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സ്ഥാപനം കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന ഈ സ്ഥാപനം കോഴിക്കോട് ചേവായൂരിലാണ് സ്ഥാപിക്കാൻ പോകുന്നത്. അവയവം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ, അധ്യാപനം, പരിശീലനം, ഗവേഷണം, അവയവദാന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം സാധ്യമാകുന്നതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അവയവങ്ങൾക്ക് കേടുപാട് വന്നവരുടെ ചികിത്സ മുതൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും പുനരധിവാസവും വരെയുള്ള സമഗ്ര പരിചരണം സാധ്യമാകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു സ്ഥാപനം ഇന്ത്യയിൽ ആദ്യത്തേതും ലോകത്ത് 3ാമത്തേതുമാണ്. 5 വർഷത്തിനിടെ 50ലേറെ കേന്ദ്ര പുരസ്കാരങ്ങൾ കേരളത്തിന്റെ ആരോഗ്യമേഖല നേടി. ആരോഗ്യരംഗത്തെ ഈ മുന്നേറ്റം ലോകത്തിന്റെ നെറുകയിൽ കേരളത്തെ അടയാളപ്പെടുത്തി. നേട്ടങ്ങളുടെ ഈ യാത്ര നമുക്ക് തുടരണം. ആ യാത്രയിൽ കേരളത്തെ നയിക്കാൻ LDF അല്ലാതെ മറ്റാര്?